ഇപ്പോൾ എപ്പോഴും പറയുന്നതാണ്. ആ ചിത്രം നമുക്ക് കാണാം. മനക്കൽപ്പടി സ്കൂൾ ഇന്ന് കേരളത്തിന് ചിരപരിചിതമാണ്. പറവൂർ നിയോജക മണ്ഡലത്തിലെ ആ സ്കൂളിൽ വെച്ചാണ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുൻപിൽ കേരളത്തിൻ്റെ ഇന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അന്ന് വിളക്ക് കൊളുത്തിയത്. അദ്ദേഹമാണ് വർഗീയതയെക്കുറിച്ച് വലിയ ലാൽ. എൻ്റെ ചോദ്യം, ഇന്നിപ്പോൾ ആർലേക്കർ എന്ന ഗവർണർ ചെയ്യുന്നത് പോലെ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ എന്ന RSS ചിത്രം ലോക് ഭവനിൽ സാങ്കല്പികമായി പറയുന്നു, ഒരു കാലത്ത് UDF ഭരിച്ചാൽ അങ്ങനെ ഒരു ചിത്രവുമായി വന്നാൽ ഏതെങ്കിലും UDF മന്ത്രിമാർ അതിനോട് ബഹിഷ്കരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ചിന്തിക്കാനാകുമോ? കാരണം ഈ അനുഭവങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ചിത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം ക്ഷുഭിതനാകും. അദ്ദേഹം അതിന് നേരിട്ട് മറുപടി പറയില്ല. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ മനക്കൽപ്പടിയിലെ സ്കൂളിലെയാണ് ഈ ചിത്രം. അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ ഗോൾവാൾക്കറുടെ ചിത്രമടക്കം അവിടെയുണ്ട്. വളരെ ഗൗരവമായ സാഹചര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നുകൂടി കാണാം. അതായത് ഇപ്പോൾ UDF ഭരിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിൻ്റെ വലിയ സമ്മർദ്ദം വരുന്നു. 5ാം മന്ത്രി വലിയ ഈ സാമുദായിക സന്തുലനാവസ്ഥയൊക്കെ കളഞ്ഞുകൊണ്ടുള്ള മുസ്ലിം ലീഗ് ഭരണം എന്ന് പറയുന്ന, മുസ്ലിം ലീഗ് ഭരണമാണ് കേട്ടോ, മുസ്ലിം ലീഗ് ഭരണം എന്ന ഗുരുതരമായ വിമർശനമുയർന്ന ഉമ്മൻചാണ്ടിയുടെ ആ ഭരണകാലത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നില്ലേ? ലാലി ചിലപ്പോൾ കണ്ടു കാണും. നമുക്കൊന്ന് കാണാം. ആ കാലത്ത് MLA മാത്രമായിരുന്ന വി ഡി സതീശൻ 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ 5ാം മന്ത്രി കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണം ഈ 33 സ്കൂള്. തീർച്ചയായിട്ടും അല്ല. 5ാം മന്ത്രി സ്ഥാനം തൊട്ട് ഇതിന്റെ ഒരു നിയന്ത്രണം തെറ്റിയ പോക്കാണ് സർക്കാർ പോകുന്നത്. നോക്കൂ ലാൽകുമാർ, 5ാം മന്ത്രി സ്ഥാനം മുതൽ നിയന്ത്രണം വിട്ട പോക്കാണ് UDF സർക്കാരിന് എന്ന് പറയുന്ന അതേ ആൾ പ്രതിപക്ഷ നേതാവാകുമ്പോൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന പ്രധാന പ്രശ്നമില്ലേ? അക്കാലത്ത് മലപ്പുറത്ത് അനുവദിച്ച 33 സ്കൂളുമായി ബന്ധപ്പെട്ട വിമർശനമാണ് ഈ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശനും ഉന്നയിച്ചതിലെ ഒരു ഭാഗം അതായിരുന്നു. ആ കാലത്ത് ഇന്ന് വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ SNDPയും ഇന്നും അന്നും വിമർശിച്ചതിനെ ശരിവെച്ചുകൊണ്ട് അന്ന് സംസാരിച്ചയാളാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ ആ ഭാഗം അതാണ്. അങ്ങനെ 33 സ്കൂൾ കൊടുക്കണോ എന്ന് ചോദിച്ചു. നിയന്ത്രണം വിട്ട പോക്കാണ് എന്ന് പറഞ്ഞതിൻ്റെ അക്കാലത്തെ പ്രസംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ വലിയ വ്യാപകമായി വരുന്നു. ഇദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായി ഇരുന്നതുകൊണ്ട് വർഗീയതയ്ക്കെതിരെ എന്ന നിലയിൽ പലതും പറയുന്നത്.